SKN40 ലഹരി വിരുദ്ധ റാലി എൻ്റെ കേരളം എൻ്റെ അഭിമാനം അക്രമത്തിനും ലഹരിക്കുമെതിരായ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണാർശാലയിലാണ്. വലിയ സ്വീകരണമാണ് ഓരോ പ്രദേശങ്ങളിൽ ലഭിക്കുന്നത്. അതേപോലെ തന്നെയാണ് മണ്ണാർശാലയിലും. ഒപ്പം തന്നെ ഈ ലഹരിക്കെതിരായ കൂട്ടായ്മയ്ക്കും ജൈവ പച്ചക്കറി ജൈവ പഴങ്ങൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണുന്നത്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്രയ്ക്കൊപ്പം അണിചേർന്ന VPS ലേക്ക് ഷോർ ആശുപത്രിയുടെ ആംബുലൻസ് കേരള യാത്രയെ അനുഗമിക്കും. സാധാരണക്കാർക്ക് ആംബുലൻസിന്റെ സേവനം ലഭ്യമാകും. പ്രിയപ്പെട്ടവരെ, എനിക്കൊപ്പം സ്മിത ഹരിദാസൻ, KR ഗോപികൃഷ്ണൻ. നിങ്ങൾക്ക് അറിയുന്നതുപോലെ ഈ പരിപാടി കേരളത്തിലെ 14 ജില്ലകളും 30 ദിവസം കൊണ്ട് കടക്കും. ഈ 30 ദിവസങ്ങളിലും ഈ 14 ജില്ലകളിലും നമ്മളെ അനുഗമിക്കാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ പ്രായോജകൻ VPS ലേക്ക് ഷോർ അവരെത്തിയിട്ടുണ്ട്. VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40 ആണ് ഈ പരിപാടി. അപ്പോൾ ഇവരുടെ ഈ ആംബുലൻസ് നമുക്കൊപ്പം തന്നെ എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആളുകൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ ആംബുലൻസ് ഉപയോഗിക്കാം. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ഷംസീർ വയലിൽ, അദ്ദേഹം നമ്മുടെ ലേക്ക് ഷോറിന്റെ ഓണറാണ്, അതിന്റെ ചീഫ് പ്രൊമോട്ടറാണ്. അദ്ദേഹമാണ് നമുക്ക് ഏറ്റവും വലിയ ധാർമ്മിക പിന്തുണയും സാമ്പത്തിക സഹായവും. നമ്മൾക്ക് ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളെ സഹായമൊക്കെ തേടി നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. സർക്കാർ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. സർക്കാരിന് പോലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് സംശയം. എന്നാലും പരമാവധി ആളുകളെ സംഘടിപ്പിച്ച് അവരെ സഹായിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ VPS ലേക്ക് ഷോർ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. അപ്പോൾ കൊച്ചിയിലെ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ആംബുലൻസിൽ ഞാനൊന്ന് കയറിയല്ലോ ഗോപി, ആംബുലൻസിൽ കയറുന്നതാണ് എന്റെ ആഗ്രഹം. എന്നാലും അതെ നേരായ അർത്ഥത്തില് ഓക്കെ, നമുക്കൊന്ന് കയറാമല്ലോ. ഓക്കെ, അപ്പോ ഓക്കെ, നമ്മള് മറിഞ്ഞു വീഴാതിരിക്കാൻ സൂക്ഷിച്ച് കയറണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊന്ന് നല്ല വാതിലൊക്കെ ഐശ്വര്യമായിട്ട് നടത്തിയ VPS ലേക്ക് ഷോറിന്റെ ഈ ആംബുലൻസ് ഓക്കെ അല്ലേ? നിങ്ങളുടെ പേരെന്താ? ബിനു. കുറച്ചു കാലമായോ ലേക്ക് ഷോറിൽ ജോയിൻ ചെയ്തിട്ട്? അപ്പൊ നമ്മൾ ഒന്നിച്ചുള്ളൊരു ദൗത്യത്തിലാണ്. ബിനുവിന്റെ വീട് ഇവിടെ? എന്റെ വീട് നിലമ്പൂരാണ്, മലപ്പുറത്ത്. അപ്പൊ നമ്മൾ കാസർഗോഡ് വരെ ഒന്നിച്ച് യാത്ര ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആൾക്കാരെ സഹായിക്കുകയും ചെയ്യാം. അപ്പൊ എന്തായാലും താങ്ക് യു ഷംസീർ വയലിൽ. അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹത്തിന് ആൾക്കാരോടുള്ള നല്ല പരിഗണനയുള്ള മനുഷ്യനാണ്. ലേക്ക് ഷോറും അവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ളയൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. താങ്ക് യു ശ്രീ SK അബ്ദുള്ള ആൻഡ് ഡോക്ടർ ഷംസീർ വയലിൽ. VPS ലേക്ക് ഷോർ പ്രസിഡന്റ് SKN40 തുടരുകയാണ്. അക്രമത്തിനും ലഹരിക്കുമെതിരെയുള്ള നമ്മുടെ ഈ മുന്നേറ്റത്തിന് അകമ്പടി ചെയ്യിപ്പിക്കാൻ ഒരു ആംബുലൻസ് എന്തിനാണെന്ന് ന്യായമായിട്ട് ചോദിക്കുന്നുണ്ടാവും. ആംബുലൻസ് അടിയന്തര സാഹചര്യങ്ങൾ നമ്മളെ സഹായിക്കാനുള്ള ലേക്ക് ഷോറിന്റെ പദ്ധതിയാണിത്. അപ്പോൾ താങ്ക് യു ഡോക്ടർ ഷംസീർ വയലിൽ. നമുക്ക് ഇനി വണ്ടി പോട്ടെ. ഇപ്പോൾ തിരുവനന്തപുരത്തെ നമ്മുടെ ആ യാത്രയെ അനുധാവനം ചെയ്ത് ആംബുലൻസ് ഉണ്ടായിരുന്നു. ആംബുലൻസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ക്രൂ ആണുള്ളത്. 50-ലേറെ പേർ ആ ക്രൂവിൽ തന്നെയുണ്ട്. ഒപ്പം തന്നെ അവിടെ വരുന്ന ആളുകളുണ്ട്. നല്ല വെയിലും ഒക്കെയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസും ഡോക്ടറുടെ സേവനവും ഒക്കെ ലഭ്യമാണ്. ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് എത്തിക്കും. മാത്രവുമല്ല, പലതരത്തിലുള്ള മോക്ക് ഡ്രില്ലുകളും ഈ ആംബുലൻസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ പെട്ടെന്ന് ഒരാൾക്ക് ഒരു അപകടം പറ്റിയാൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഉമാ തോമസ് MLA അവിടെ കൊച്ചിയിൽ ഒരു അപകടം പറ്റി. അപ്പോൾ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമെന്നുള്ളതുകൊണ്ട് വാരിയെടുത്തു. അപ്പോൾ ഇങ്ങനെ എല്ലൊക്കെ ഒടിഞ്ഞ അവസ്ഥയിലാകുമ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ രോഗിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? ഇതൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഈ ആംബുലൻസുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രിൽസ് ഉണ്ടാവും. ഏത് രീതിയിലാണ് രോഗിയെ നമ്മൾ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടത്? ഒരു അപകടം പറ്റുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക അസുഖം വരുമ്പോൾ, ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഏത് രീതിയിലാണ് ആ രോഗിക്ക് പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത്? ഇത്തരം കാര്യങ്ങളൊക്കെ VPS ലേക്ക് ഷോറിൻ്റെ ഈ ആംബുലൻസിൽ കൂടെ പ്രേക്ഷകർക്കും അറിയാൻ സാധിക്കും.